അമ്മയുടെ കൊച്ചിയിലെ സംഘടനയിൽ ഇപ്പോൾ നടക്കുന്നത് നാടകീയ സംഭവ വികാസങ്ങളാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് അമ്മ സംഘടന തകരാൻ വരെ കാരണമാകുന്ന സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അമ്മ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് സിദ്ദീഖ് രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് മോഹൻലാലും രംഗത്തെത്തി. നീണ്ട നേരത്തെ ചർച്ചകൾക്കൊടുവിൽ അമ്മ സംഘടനയിലെ 17 അംഗ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും രാജിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പല പ്രമുഖ നടന്മാർക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാർ രംഗത്തെത്തിയിരുന്നു. അമ്മ സംഘടനയിലെ പല പ്രധാന സ്ഥാനങ്ങളും നിർവഹിച്ചിരുന്ന പലർക്കുമെതിരെ വളരെ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് നടിമാർ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ അമ്മ സംഘടനയിൽ ഇപ്പോൾ സെർച്ച് നടക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ലൈംഗിക ആരോപണങ്ങൾ നടിമാർ ഉന്നയിച്ചിരിക്കുന്നത് പ്രമുഖ നടന്മാരായ സിദ്ദീഖ്, മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള, ഇടവേള ബാബു. അമ്മ സംഘടനയിലെ പ്രധാന സ്ഥാനങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോയിരുന്നവരായിരുന്നു സിദ്ദീഖും ഇടവേള ബാബുവും. ഇരുവർക്കും നേരെ വളരെ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് നടിമാർ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയിലും സെർച്ചുകൾ നടക്കുന്നുണ്ട്. അന്വേഷണത്തിന് വേണ്ട മതിയായ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് അമ്മ സംഘടനയിലേക്ക് സെർച്ചിന് വേണ്ടി പോലീസ് എത്തിയത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇടവേള ബാബു, മോഹൻലാൽ, സിദ്ദീഖ് എന്നിവരുടെയൊക്കെ അമ്മ സംഘടനയിലെ മുറികളിലും പോലീസ് സെർച്ചുകൾ നടത്തി. വേണ്ട തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് സെർച്ചുകൾ നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും രേഖകളും അമ്മ സംഘടനയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെയൊക്കെ സെർച്ച് തീരുമാനിച്ചത്. അന്വേഷണത്തിന് വേണ്ടി തീരുമാനിച്ച പ്രത്യേക പോലീസ് സംഘങ്ങളാണ് സെർച്ച് നടത്തുന്നത്. ഇടവേള ബാബുവിനെതിരെ കേസ് അന്വേഷിക്കുന്ന സംഘമാണ് അമ്മ സംഘടനയിലേക്ക് സെർച്ചിനും റെയ്ഡിനും വേണ്ടി എത്തിയത്. സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾക്കും രേഖകൾക്കും വേണ്ടിയിട്ടും സംഘടനയിലെ തന്നെ അംഗത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള രേഖകൾക്കും തെളിവുകൾക്കും കൂടി വേണ്ടിയാണ് പോലീസ് സെർച്ച് നടത്തിയത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിക്ക് പിന്നാലെയാണ് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. നടിയുടെ പരാതി ഇങ്ങനെയായിരുന്നു. അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നടിയുടെ പരാതിക്ക് പിന്നാലെയാണ് ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അമ്മ സംഘടനയിലേക്ക് ഇത് 2ാം തവണയാണ് പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. നിരവധി വാർത്തകളാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ പുറത്തു വരുന്നത്. എന്നാൽ ഇപ്പോൾ ഒടുവിലത്തെ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പല പ്രമുഖ നടിമാരും അവർ സിനിമയിൽ അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, മുകേഷ്, സിദ്ദീഖ്, ജയസൂര്യ എന്നിവർക്ക് നേരെയാണ് ഇതുവരെയായിട്ടും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാർ എത്തിയത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.